കാർഷിക വാർത്തകൾ. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസിൽ പുതിയ വിജ്ഞാപനം ഇറങ്ങാറായിട്ടും കുടിശ്ശിക തുക അനുവദിക്കുന്നതിൽ തീരുമാനമായില്ല. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞയാഴ്ച ചേർന്ന യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തെങ്കിലും എന്ന് നൽകുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായില്ല. 2024 ആദ്യ സീസണായ ഖാരിഫ് മുതലുള്ള തുകയാണ് കർഷകർക്ക് കിട്ടാനുള്ളത്. 2024 ഖാരിഫ് സീസണിൽ 93,285 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2016 പദ്ധതി തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ കർഷകർ രജിസ്റ്റർ ചെയ്തതും ഈ സീസണിലാണ്. 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായാണ് 2024 ഖാരിഫ് സീസണിലെ ആനുകൂല്യം ലഭിക്കേണ്ടിയിരുന്നത്. കർഷകർ ചോദിക്കുമ്പോഴെല്ലാം നടപടികൾ പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള മറുപടി. 2024 രണ്ടാം സീസണായ റാബിയുടെ തുക 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ലഭിക്കേണ്ടതായിരുന്നു. നിലവിൽ ഒന്നാം വിള നെൽകൃഷി തുടങ്ങുന്ന സമയമായതിനാൽ തുക ലഭിച്ചാൽ വലിയ ആശ്വാസമാകുമായിരുന്നെന്ന് കർഷകർ പറയുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് രൂപവൽക്കരിച്ച അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നെൽകൃഷിക്ക് ഹെക്ടറിന് 15,000 രൂപ മുതൽ 30,000 രൂപ വരെ ആനുകൂല്യം ലഭിക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ കാർഷിക മേഖല ആശങ്കയിൽ. കാലവർഷം വൈകിയെത്തിയതും എൽനിനോ പ്രതിഭാസം മഴയെ ദുർബലപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ്. നെല്ല് മുതൽ ഏലം, കുരുമുളക് വരെ പ്രധാന വിളകൾക്ക് ഭീഷണിയാകുന്ന മഴക്കുറവ് കർഷകരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ്. കേരളത്തിലെ കാർഷിക മേഖല ഇത്തവണ കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. ജൂൺ 1 ആരംഭിക്കേണ്ടിയിരുന്ന കാലവർഷം വൈകിയെത്തിയതും എൽനിനോ പ്രതിഭാസം ശക്തിപ്പെടുന്നതുമാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. സാധാരണ ലഭിക്കേണ്ട മഴയുടെ 90% താഴെ മാത്രമേ ഇത്തവണ ലഭിക്കാനിടയുള്ളൂവെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ പകുതിയോളം കൃഷിഭൂമിയും മഴയെ മാത്രം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. മഴ കുറയുന്നതോടെ മണ്ണിലെ ഈർപ്പം നഷ്ടപ്പെടുകയും താപനില ഉയരുകയും ചെയ്യുന്നു. ഇതോടെ നെല്ല്, ഏലം, കുരുമുളക് തുടങ്ങിയ പ്രധാന വിളകളുടെ വളർച്ച പ്രതികൂലമായി ബാധിക്കുന്നു. പാലക്കാട്, തൃശൂർ, കുട്ടനാട് തുടങ്ങിയ നെല്ലുൽപാദന മേഖലകളിൽ മഴക്കുറവ് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. അതേസമയം ഉയർന്ന താപനില ഏലത്തോട്ടങ്ങളിൽ പൂവും കായും കൊഴിയാൻ കാരണമാകുന്നു. മഴയെ ആശ്രയിച്ചുള്ള കേരളത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ മൺസൂൺ നിർണായക പരീക്ഷണകാലമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ നിന്നുള്ള മുളക് ഇറക്കുമതിയിൽ കടുത്ത നിയന്ത്രണവുമായി ചൈന. 3 പ്രധാന കയറ്റുമതിക്കാരിൽ നിന്നുള്ള വിഹിതത്തിനാണ് ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മെതാമിഡോഫോസ് രാസവസ്തു അമിതമായ അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുളക് ഇറക്കുമതിയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നാഡീവ്യൂഹങ്ങൾക്ക് തകരാറുണ്ടാക്കുന്ന ഒരു രാസവസ്തുവാണിത്. ഇന്ത്യയിലെ കർഷകർക്ക് ഈ രാസവസ്തു ഉപയോഗിക്കാൻ അനുമതിയില്ല എന്നതുകൊണ്ട് തന്നെ വ്യാപാരത്തെ മാത്രമല്ല പൊതുജനാരോഗ്യത്തെയും ബാധിക്കുമെന്ന ആശങ്കയിലേക്ക് സംഭവം മാറി. ഓർഗനോഫോസ്ഫേറ്റ് കീടനാശിനികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു രാസവസ്തുവാണ് മെതാഫിഡോഫോസ്. പ്രാണികളുടെ നാഡീവ്യൂഹത്തെ ആക്രമിച്ച് അവയെ കൊല്ലുന്നതിനായാണ് ഈ കീടനാശിനികൾ വികസിപ്പിച്ചെടുത്തത്. എന്നാൽ ഇതേ ജൈവിക പ്രക്രിയകൾ മനുഷ്യരിലും നിലനിൽക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. ഏറ്റവും കഠിനമായ വിഷാംശമുള്ള ഓർഗനോഫോസ്ഫേറ്റ് കീടനാശിനികളിൽ ഒന്നാണ് മെതാമിഡോഫോസ് എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉയർന്ന വിഷാംശം കാരണം ഉപയോഗം പലയിടങ്ങളിലും പരിമിതപ്പെടുത്തുകയും ഘട്ടം ഘട്ടമായി നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരീരത്തിൽ കേവലം ഒരു അസ്വസ്ഥത ഉണ്ടാക്കുക മാത്രമല്ല ഇത് ചെയ്യുന്നത്, നാഡീ സിഗ്നലുകളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന അസറ്റൈൽകോളിനെറ്ററേസ് എന്ന സുപ്രധാന എൻസൈമിന്റെ പ്രവർത്തനത്തെ ഇത് തടസ്സപ്പെടുത്തുന്നു. ഈ എൻസൈമിന്റെ പ്രവർത്തനം തടസ്സപ്പെടുമ്പോൾ നാഡീകോശങ്ങൾ എപ്പോൾ നിർത്തണമെന്നറിയാതെ തുടർച്ചയായി ഉത്തേജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് നാഡീവ്യൂഹത്തെ അമിതമായി ഉത്തേജിപ്പിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.